ഹൈറിച്ച് തട്ടിപ്പ് കേസിൽ വ്യവസായി വിജേഷ് പിള്ളയെ ഇഡി വീണ്ടും ചോദ്യം ചെയ്യുന്നു. തുടർച്ചയായ രണ്ടാം ദിവസമാണ് ചോദ്യം ചെയ്യൽ. ഹൈറിച്ച് എം ഡി കെ.ടി. പ്രതാപനെയും ഭാര്യ ശ്രീനയെയും ഇന്നും ചോദ്യം ചെയ്യും. ഹൈറിച്ചിന് OTT പ്ലാറ്റ്ഫോം നൽകിയിട്ടുണ്ട് എന്നും സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇഡിയോട് വെളിപ്പെടുത്തുമെന്നും വിജേഷ് പിള്ള എന്നയാൾ പറഞ്ഞു. അല്ല, ഞങ്ങളുടെ ആക്ഷൻ OTT ഹൈറിച്ചാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഏകദേശം ഒരു വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നു, കഴിഞ്ഞ വർഷമായിരുന്നു, ജനുവരിയിലായിരുന്നു അതിൻ്റെ പർച്ചേസ് നടന്നത്. അപ്പോൾ ആക്ഷൻ OTT എന്നുള്ള പേര് അവർ HR-OTT നൽകിയിട്ട് അവരാണത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷനും കാര്യങ്ങളും എൻക്വയറിയുടെ ഭാഗമായിട്ട് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ കാര്യങ്ങൾ അർജുൻ മട്ടന്നൂർ വിശദാംശങ്ങളുമായി. അർജുൻ, എന്താണ് സംഭവിക്കുന്നത്? ഇഡി ഇന്ന് ചോദ്യം ചെയ്യുന്നുണ്ടോ? നികേഷ് കുമാർ, ഈ കണ്ണൂർ കടമ്പേരി സ്വദേശിയായ വിജേഷ് പിള്ളയെ ഇപ്പോൾ ഇഡി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും വിജേഷ് പിള്ളയെ ചോദ്യം ചെയ്തിരുന്നു. ഇയാൾ ആക്ഷൻ OTT പ്ലാറ്റ്ഫോമിൻ്റെ CEO ആയിരുന്നു. ഈ OTT പ്ലാറ്റ്ഫോമാണ് പിന്നീട് ഹൈറിച്ച് ഉടമകൾക്ക് വിറ്റത്. ഇത് 40 കോടി രൂപയുടെ ഇടപാടുകൾ ഇവർ തമ്മിൽ നടന്നിട്ടുണ്ട് എന്ന മൊഴി ലഭിച്ചതിനെ തുടർന്നാണ് ഇഡി വിജേഷ് പിള്ളയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്. ഇന്നലെയും വിജേഷ് പിള്ളയെ ചോദ്യം ചെയ്തിരുന്നു. ഇതിൻ്റെ തുടർച്ചയായാണ് ഇന്നും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഹൈറിച്ച് ഉടമയായ KD പ്രതാപനും ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ട്. ഇന്നലെ KD പ്രതാപനും ശ്രീനയും ഹാജരായിരുന്നു. അങ്ങനെ തുടർച്ചയായ മൂന്നാം ദിവസമാണ് ഹൈറിച്ച് ഉടമകളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും 3000 കോടിയിലധികം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇവർ സമ്പാദിച്ച പണം എവിടേക്കാണ് നിക്ഷേപിച്ചത്, ഏതൊക്കെ മാർഗത്തിലൂടെയാണ് നിക്ഷേപിച്ചത്, വിദേശത്തേക്ക് കടത്തിയോ, എത്ര രൂപ കടത്തി തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ഇഡി അന്വേഷിക്കുന്നത്. എന്തായാലും അതിനിടെ ഇവർ നേരത്തെ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഹൈറിച്ച് ഉടമയായ ശ്രീന ഇന്ന് ഹാജരാകുമോ എന്ന കാര്യം വ്യക്തമല്ല. നികേഷ് കുമാർ.